أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 31-ാമത്തെ വചനമാണ് ഇവിടെ പാരായണം ചെയ്യപ്പെട്ടത്. അർത്ഥം ഇപ്രകാരമാകുന്നു: ഞാൻ ഭൂമിയിലൊരു പ്രതിനിധിയെ നിശ്ചയിക്കുവാൻ പോകുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെ നീ അവിടെ നിശ്ചയിക്കുകയാണോ? ഞങ്ങളാവട്ടെ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിന്റെ മഹിമയെ പ്രകീർത്തിക്കുകയും നിന്റെ വിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു. ഇതിനുത്തരമായി അവൻ അള്ളാഹു പറഞ്ഞു, നിശ്ചയമായും നിങ്ങളറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. കഴിഞ്ഞ ദർസിൽ അള്ളാഹു മലക്കുകളെ തൻ്റെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അവൻ്റെ ശക്തിക്ക് എതിരല്ല എന്നതിനെ സംബന്ധിച്ചും അതുപോലെ മലക്കുകളുടെ കർത്തവ്യങ്ങളെ സംബന്ധിച്ചുമെല്ലാമാണ് പറഞ്ഞത്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ദർസിലുമുള്ളത്. ഹുസൂർ തിരുമനസ് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു മലക്കുകൾ മനുഷ്യൻ്റെ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളല്ല എന്നതിനെ സംബന്ധിച്ച് പറയുന്നു. മലക്കുകൾ എന്നത് ആത്മീയമായ അസ്തിത്വങ്ങൾ തന്നെയാണ്. ഭൗതിക ലോകത്തിൻ്റെ ആദ്യ കണ്ണികളും അതിനെ നിയന്ത്രിക്കുന്നവരുമാണ് അവർ വെറുതെ കാഴ്ചക്കാരായി നിൽക്കുന്നവരല്ല, മറിച്ച് അള്ളാഹു ലോകത്തിൻ്റെ വ്യവസ്ഥിതി പ്രവർത്തിപ്പിക്കാൻ വിവിധ കാര്യങ്ങളെ ഉണ്ടാക്കിയതുപോലെ പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾക്ക് ആദ്യ കാരണങ്ങളും തുടക്കത്തിലുള്ള മാർഗങ്ങളും അവരെയാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവൻ്റെ നിയമങ്ങൾക്ക് കീഴിൽ ലോകത്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അവരുടെ നിയന്ത്രണത്താൽ ഈ ലോകം കൃത്യമായി നിശ്ചയിച്ച നിയമങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നു. തീർച്ചയായും അവരെ കാണാൻ കഴിയാത്തത് കൊണ്ട് ആഴത്തിൽ ചിന്തിക്കാത്തവർ അവരുടെ അസ്തിത്വത്തെ നിഷേധിക്കുന്നു. എന്നാൽ ഈ നിഷേധം ചില വിവരമില്ലാത്തവർ പ്രകൃതി നിയമങ്ങളുടെ സൂക്ഷ്മമായ കാരണങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അവരെ നിഷേധിക്കുന്നത് പോലെയാണ്. ഉദാഹരണത്തിന്, രോഗങ്ങളുടെ അണുക്കളെ നിഷേധിക്കുകയും അവയെ ദേവീദേവന്മാരുടെ കോപത്തിലേക്കും അപ്രീതിയിലേക്കും ചേർത്ത് പറയുകയും ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും ലോകത്തുണ്ട്. എന്നാൽ ആത്മീയതയുമായി അല്പം പോലും ബന്ധമുള്ളവർക്ക് മലക്കുകളെ കാണാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന്, യേശു ക്രിസ്തുവിന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നു. വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ട്. അഹമ്മദിയ സമുദായത്തിൻ്റെ സ്ഥാപകനായ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം മലക്കുകളുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ വരികൾ എഴുതുന്ന എനിക്കും, അതായത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഈ വരികൾ എഴുതുന്ന എനിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ വിഷയത്തിൽ ഒരു പരിധിവരെ വ്യക്തിപരമായ അനുഭവമുണ്ട്. ഈ വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് ശേഷം മലക്കുകളെ മനുഷ്യൻ്റെ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ മാത്രമായി കാണുന്നവരെക്കുറിച്ച് ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട് എന്ന് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു പറയുന്നു. വ്യക്തിപരമായ അനുഭവങ്ങൾക്ക് ശേഷം അത്തരം ആളുകളുടെ ചിന്തകളെ വെറും തെറ്റിദ്ധാരണകളായും അറിവില്ലായ്മയായും മാത്രമേ കണക്കാക്കാൻ കഴിയൂ. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു തൻ്റെ മലായികത്തുല്ലാഹ് എന്ന ഗ്രന്ഥം വായിക്കണം എന്ന് പറയുന്നു. തുടർന്ന് പറയുകയാണ്, ഈ വലിയ വിഷയം ഒറ്റയടിക്കൊരു വ്യാഖ്യാനത്തിൽ വിശദീകരിക്കാൻ കഴിയില്ല. ഓരോ വാക്യങ്ങൾക്കും കീഴിൽ അതത് കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ് എന്നും കൂട്ടിച്ചേർക്കുന്നു. ഒരു പ്രവാചകൻ വരുമ്പോൾ ദുർവൃത്തർ മാത്രമല്ല, നല്ലവരും മലക്കുകളുടെ സ്വഭാവമുള്ളവർ പോലും പ്രവാചകത്വ കാലഘട്ടത്തിൽ നിന്ന് അകന്നു പോയത് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടും പ്രവാചകത്വത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ്. അള്ളാഹു കാലഘട്ടത്തിലെ പ്രവാചകനിലൂടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ വ്യവസ്ഥിതിയെക്കുറിച്ച് അജ്ഞാതതുകൊണ്ട് അവർ ആ പ്രവാചകൻ്റെ നിയോഗത്തിൻ്റെ ആവശ്യകതയെ നിഷേധിക്കുന്നു. എന്നാൽ അള്ളാഹു എന്തായാലും ആ വ്യവസ്ഥിതി സ്ഥാപിക്കുകയും ലോകത്തിന് അസാധാരണമായ നന്മകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഈ ആയത്തിലൂടെ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിൻ്റെയും വിശുദ്ധ ഖുർആൻ്റെ അവതരണത്തിൻ്റെയും സമയത്തും ഇങ്ങനെ സംഭവിക്കേണ്ടത് അനിവാര്യമായിരുന്നു.
ആ സമയത്തെ അവിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ നിയോഗത്തിൻ്റെ ആവശ്യകത ഇല്ലെന്ന് വായിച്ചതിൽ ഒരു അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം പ്രവാചകത്വം ആരംഭിച്ചപ്പോൾ മലക്കുകൾക്ക് പോലും അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അവസാനം സംഭവിച്ച കാര്യങ്ങൾ അവരെ അതിൻ്റെ മഹത്വം അംഗീകരിപ്പിച്ചു. ഈ ആയത്തിൻ്റെ തഫ്സീർ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.